എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ആ അപ്പാപ്പനെ തോളത്തിട്ട് ഇപ്പൊ ആ വലിയ പാറ മതിലില് അങ്ങനെ പിടിച്ച് പിടിച്ച് കയറുകയാണ്. ലൂഫിയുടെ കയ്യിലാണെങ്കിൽ ഓൾറെഡി ആ C% ഹാൻഡ് ലോക്ക് അതിപ്പോഴും ഉണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ അവന്റെ പവറിനെ മുഴുവനായിട്ടും അത് അബ്സോർബ് ചെയ്യാണ്. മാത്രമല്ല അവന്റെ തോളത്ത് ആ അപ്പാപ്പനും. സോ ലൂഫി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പതിയെ പതിയെ മുകളിലേക്ക് കയറും. അവൻ മുകളിലേക്ക് പിടിക്കുന്ന ഓരോ കല്ലും പതിയെ ഇളകി താഴേക്ക് വീഴുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഒരുപാട് ടെൻഷനാവും. ലൂഫി, നമ്മൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ്, നമ്മളെ കൊണ്ട് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. അതിന് ലൂഫി ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ നമ്മൾ ശ്രമിച്ചു നോക്കണം, എങ്കിലും മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ. ഡു ഓർ ഡൈ. ഞാൻ ഒരിക്കലും എൻ്റെ പ്രതീക്ഷ കൈവിടില്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം ദൂരത്തായിട്ട് ക്വീൻ ആളും അവിടെയുള്ള പ്രിസണേഴ്സും സെക്യൂരിറ്റീസും അങ്ങനെ എല്ലാവരും അവർ മുകളിലേക്ക് കയറി പോകുന്ന കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ക്വീന് ആളൊച്ചത്തിൽ അലറും, ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പാടില്ല, എത്രയും വേഗം അവനെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോവാ. അതാണെങ്കിൽ കേൾക്കേണ്ട താമസം എല്ലാവരും ഇപ്പൊ ലൂഫിയെ പിടിക്കാനായിട്ട് അങ്ങനെ ആ ചുമരിലേക്ക് ഓടി അടുക്കുകയാണ്. ഇവിടെ അപ്പാപ്പൻ താഴേക്ക് നോക്കും. ലൂഫി മുകളിലേക്ക് കയറുന്ന ആ സ്ട്രഗിള് അത് കാണുമ്പോൾ അപ്പാപ്പനാണെങ്കിൽ ഭയങ്കരമായിട്ട് പാവം തോന്നും. ഞാൻ കൂടെ ഇവന്റെ തോളത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും ഇവർ ഇത്രയും സ്ട്രെസ്. ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അവൻ ഈസി ആയിട്ട് മുകളിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിഞ്ഞേക്കാമെന്ന് ഇപ്പൊ അപ്പാപ്പൻ ചിന്തിക്കും. ഈ സമയം താഴെ സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ കത്തിയും കമ്പും കല്ലും എല്ലാം ലൂഫിക്ക് നേരെ അറഞ്ച പുറഞ്ച വലിച്ചെറിയും. ലൂഫിക്കാണെങ്കിൽ അതുകൊണ്ട് ടെൻഷനാവും. കാരണം അവൻ മാത്രമല്ല, അവന്റെ തൊട്ടു പുറകില് ആ ഗ്രാൻഡ് പേ ഉണ്ട്. അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് ചാടിയും മറിഞ്ഞും മുകളിലേക്ക് കയറും. പക്ഷെ എന്താ, അവൻ കാല് വെച്ച പാറ അത് മുഴുവനായിട്ടും തകർന്ന് ലൂഫിയും ഗ്രാൻഡ് പേയും താഴേക്ക് വീഴുകയാണ്. ലൂഫി ആണെങ്കിൽ ഗ്രാൻഡ് പേയോട് സോറി പറയും. അതിന് ഗ്രാൻഡ് പാ, നീ ആവശ്യമില്ലാതെ എന്നോട് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല, നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം, എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അടുത്ത നിമിഷം ആ വൈസ് വാർഡൻ അവനിപ്പോൾ ലൂഫിക്ക് നേരെ വന്ന് വീണ്ടും അവന്റെ എലിഫന്റിനെ ഉപയോഗിച്ച് ലൂഫിയെ ഷൂട്ട് ചെയ്യും. ലൂഫി ആണെങ്കിൽ ആ ഗ്രാൻഡ് പേ അങ്ങനെ തൂക്കിയെടുത്ത് താഴേക്ക് എടുത്ത് ചാടും. ബുള്ളറ്റ് വന്നുകൊണ്ട് ആ ഒരു പാറ അത് വീണ്ടും തകരുകയാണ്. ലൂഫി അങ്ങനെ അടിച്ച് ഇപ്പൊ ആ വില്ലന്മാരുടെ മുമ്പിൽ വന്ന് വീഴുകയാണ്. അവരെല്ലാവരും കയ്യിൽ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ലൂഫിയെയും ആ ഗ്രാൻഡ് പേ റൗണ്ട് ചെയ്യും. അതേസമയം മറ്റൊരു ഭാഗത്ത് റൈസോ അവൻ ആ താക്കോലുമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ലൂഫിയുടെ സെല്ലിലേക്ക് വരും. പക്ഷെ അവിടെയാണെങ്കിൽ ഇപ്പൊ ലൂഫി ഇല്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ അവരുടെ ഓരോ അറ്റാക്കിലും പെടാതെ മുൻപോട്ടേക്ക് ആ ഗ്രാൻഡ് പേ ആയിട്ട് കുതിക്കും. ആ വാർഡൻ ആണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ അവന്റെ അറ്റാക്കിൽ ഒരു ഘട്ടം എത്തുമ്പോൾ ലൂഫിയും ഗ്രാൻഡ് പേയും രണ്ടുപേരും പിരിഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് പോവാണ്. ലൂഫി ആണെങ്കിൽ ആ ഗ്രാൻഡ് പേ രക്ഷിക്കാനായിട്ട് പോകുമ്പോഴേക്കും ആ വൈസ് വാർഡൻ അവൻ ലൂഫിയെ പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആ മെയിൻ വാർഡൻ അവൻ ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് വന്ന് ആളെ അങ്ങനെ കൊണ്ട് ചുരുട്ടിയെടുക്കുകയാണ്. അതിൽ തന്നെ ഗ്രാൻഡ് പേയുടെ പകുതി ജീവൻ പോവും. അടുത്ത നിമിഷം ആ വാർഡൻ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും, തീർച്ചയായിട്ടും നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചിരിക്കുട്ടൻ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നിങ്ങളെല്ലാവരും ചോറോടെ ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. സോറോ അത്യാവശ്യമായിട്ട് നഷ്ടപ്പെട്ട സ്ക്വാഡ് അത് കണ്ടുപിടിക്കാനായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവൻ എത്രയും വേഗം മടങ്ങിയെത്തും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം സോറോയ്ക്ക് എപ്പോഴും അവന്റെ ലൊക്കേഷൻ അത് തെറ്റുന്ന ആളാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത സാഞ്ചി ആണെങ്കിൽ അവന്റെ സ്യൂട്ടുമായിട്ട് ആ ബാത്ത് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നാമിയാൻ ടീം ആയിട്ട് എൻജോയ് ചെയ്ത് കുളിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ബാത്ത് ഹൗസിൽ ഗേൾസിനും ബോയ്സിനും അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുളിക്കാം. ഉണ്ടപ്പെണ്ണാണെങ്കിൽ ബോയ്സിനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കും. പക്ഷെ അത് കണ്ട് അവരാണെങ്കിൽ ഉണ്ടപ്പെണ്ണിനെ കളിയാക്കും. കൺട്രോള് പോയ ഉണ്ടപ്പെണ്ണ് അവളാണെങ്കിൽ കൈ ചുരുട്ടി കളിയാക്കിയവരെ എല്ലാം തന്നെ അച്ചറം പൊച്ചറം തല്ലും. അങ്ങനെ അടിയിടിയും തൊഴിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മുടെ ഉണ്ടപ്പെണ്ണാണെങ്കിൽ ടാമിക്കും റോബിനും ദൂരത്തായിട്ടുള്ള ആ ഓക്ടോപ്പസിനെ കാണിച്ചു കൊടുക്കുകയാണ്. വായു, നമുക്കും ആ ഓക്ടോപ്പസിന്റെ അടുത്തേക്ക് പോവാം, അത് നമുക്ക് നല്ല രീതിയിൽ സോപ്പൊക്കെ തേച്ച് തന്ന് നമുക്ക് മസാജൊക്കെ ചെയ്തു തരും. നാമിക്കാണെങ്കിൽ കുറച്ച് നാണമൊക്കെ തോന്നും. അവളാണെങ്കിൽ മടിച്ചു നിൽക്കും. പക്ഷെ ഉണ്ടപ്പെണ്ണാണെങ്കിൽ കൂസലില്ലാതെ അതിൻ്റെ അടുത്തേക്ക് പോവും. അപ്പോൾ അതേസമയം ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ഫ്രാങ്കിയുടെ ആ ഒരു സീനിയർ കാർപ്പൻറ്റർ ആളാണെങ്കിൽ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളിപ്പോൾ ആ വിശ്വസുന്ദരി മരിച്ച കാര്യം അതിനെക്കുറിച്ച് ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യും. സത്യത്തിൽ സാമുറായിസ് എല്ലാം തന്നെ നല്ലവരാണ്, പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് ഈ സാമുറായിസുകളുടെ എല്ലാം തന്നെ നേതാവായ യാക്കൂസ അവനാണ് സാമുറായിസുകളെ എല്ലാം തന്നെ ഒന്നിപ്പിച്ച് ഇത്രയും വലിയൊരു എറ അത് ക്രിയേറ്റ് ചെയ്തത്.
അപ്പൊ ലോങ് ഷോട്ടിലായി നമ്മുടെ റോബിൻ. അവളാണെങ്കിൽ ഇപ്പൊ ആ പേര് കേട്ട് അങ്ങനെ ഷോക്കാവും. കാരണം യാക്കൂസയുടെ പേര് അതവള് കാഞ്ചറോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവളിപ്പോ ഉണ്ടപ്പെണ്ണിനോട് ചോദിക്കും. അതിന് ഉണ്ടപ്പെണ്ണാണെങ്കിൽ അവൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അതാരാണെന്ന് കാണിക്കും. അത് മറ്റാരുമല്ല, ലൂഫി ജയിലിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത അതേ അപ്പാപ്പൻ. ഉണ്ടപ്പെണ്ണാണെങ്കിൽ വീണ്ടും ആളെക്കുറിച്ച് പറയും. 20 വർഷങ്ങൾക്ക് മുൻപ് ഓടനെ തകർത്ത് കൈഡോയും ഒറോച്ചിയും അവർ രണ്ടുപേരും ഈ വാനോക്കിന്റെ പിടിച്ചടക്കിയതിന് ശേഷം അവനെ ഒറോച്ചിയാണെങ്കിൽ ആളുടെ അസിസ്റ്റന്റ് ആക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന് വഴങ്ങാതിരുന്ന അദ്ദേഹത്തെ ഒറോച്ചി പിടിച്ചു വലിച്ച് അവന്റെ ജയിലിൽ അടച്ചു. പിന്നീട് 20 വർഷമായിട്ടും ആരും തന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇപ്പോഴും ആ സെല്ലിൽ കഴിയുകയാണോ എന്ന് ആർക്കും തന്നെ അറിയില്ല എന്ന് അവൾ പറയും. ആക്ച്വലി ഞാനും യോഗറോ മാസ്റ്ററിന്റെ അണ്ടറിലുള്ള ഒരു നിഞ്ചയാണ്. അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചതിന് ശേഷം ബാക്കിയുള്ള നിഞ്ചാസിനെ ഒറോച്ചി ബലാത്കാരമായിട്ട് അവന്റെ അസിസ്റ്റൻസ് ആക്കി മാറ്റി. പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചില്ല. ഞാൻ അവരെ എതിർത്ത് പുറത്തേക്ക് വന്നു. അതിനുശേഷം ഞാനും ഒറോച്ചിയുടെ ശത്രുക്കളുടെ ലിസ്റ്റിലേക്ക് വന്നു. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെയും ആ അപ്പാപ്പനെയും കാണിക്കും. ക്വീൻ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങളിപ്പോൾ ചെയ്തത് വലിയ തെറ്റാണ്. അവസാനമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചാൻസും കൂടെ ഞാൻ തരാം. മര്യാദയ്ക്ക് നിങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് കൈഡോയുടെ അസിസ്റ്റൻസ് ആയിട്ട് മാറണം. ലൂഫി ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം വലിയൊരു പുച്ഛഭാവത്തോടെ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും അവന്റെ അസിസ്റ്റന്റായി മാറില്ല. ഇതിലും ഭേദം ഞാൻ ഈ സെല്ലിൽ തന്നെ കഴിഞ്ഞോളാം. അപ്പൊ ദൂരത്തായിട്ട് റൈസോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ കീയുമായി വന്നപ്പോഴേക്കും ലൂഫി അവൻ സാഹചര്യം എല്ലാം തന്നെ മോശമാക്കി മാറ്റി. സോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ സമയം ഇപ്പോ അവന്റെ തൊട്ടു പുറകിലുള്ള ആ സെല്ലിൽ നിന്ന് റൈസോയെ ആരോ വിളിക്കുകയാണ്. റൈസോ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, മീൻമുള്ളു പോലും പുറത്തേക്ക് തുപ്പുന്ന ആ ഒരു പ്രിസണറാണ്. റൈസോ ആണെങ്കിൽ അവനെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ഉടനെ അകത്തുള്ളവൻ റൈസോയോട് ചോദിക്കും, മൊമൻഡോസ്കി അവൻ സേഫാണോ? അതിന് റൈസോ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ പേര് വിളിക്കുകയാണ്. കൗമഡ്സു, നീ ഒരല്പം മുൻപിലേക്ക് വായോ, എനിക്ക് നിന്നെ കാണാനായിട്ട് കഴിയുന്നില്ല. ഓൾറെഡി അവന്റെ കൈയും കാലും ഒക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ആ പോയിസൺ ഫുഡും പോയിസൺ വാട്ടറും കൊടുത്താണ് അവനത് ലോക്ക് ചെയ്തിരിക്കുന്നത്. റൈസോ ആണെങ്കിൽ അവനോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എൻ്റെ കയ്യിൽ കേസുണ്ട്, അതുപയോഗിച്ച് ഞാൻ നിങ്ങളെ തുറന്നു വിടാം. അതിനവൻ പറയും, അയ്യോ ഇല്ല, 13 വർഷങ്ങൾക്ക് മുൻപ് ലോക്ക് ചെയ്തതാണ് എന്നെ. സോ ഓൾറെഡി ആ പൂട്ടൊക്കെ തുരുമ്പ് പിടിച്ചു പോയി, മറ്റെന്തെങ്കിലും വഴി അത് കണ്ടേ പറ്റൂ. പിന്നെ റൈസോ ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. അതേസമയം ലോങ് ഷോട്ടിലായിട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസും ആ വൈസ് വാർഡൻ ലേഡിയും അവരുടെ കണ്ണിൽ ഇപ്പൊ കറക്റ്റായിട്ട് അവൻ പെടും. അവരാണെങ്കിൽ ഇപ്പൊ റൈസോയെ പിടിക്കാൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ ക്വീൻ അവനാണെങ്കിൽ അവിടെ ഒരു സ്റ്റേജ് അത് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറയാണ്. ഉടനെ ബാക്കിയുള്ളവര് അവിടെ ഒരു സ്റ്റേജ് സെറ്റപ്പ് ചെയ്യും. അതിനുശേഷം ലൂഫിയുടെയും ആ അപ്പാപ്പന്റെയും കഴുത്തിൽ ഒരു ഡോളർ ഇട്ട് കൊടുക്കും. അതിന്റെ അറ്റത്തായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിവൈസ്. ക്വീൻ ആണെങ്കിൽ ലൂഫിയോടും ആ അപ്പാപ്പനോടും ഫൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു സുമോ മാച്ച് പോലെ. ആ ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ ആൾക്കാർ പുറത്തേക്ക് പോയാ ആ ഒരു വലിയ ഡിവൈസിൽ പെട്ട് അവരുടെ രണ്ടുപേരുടെയും കഴുത്ത് അതങ്ങനെ വെട്ടിത്തെറിച്ചു പോവും. ക്വീൻ ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾക്ക് അവസാനമായിട്ട് ഒരവസരം കൂടെ തരാം. നിങ്ങൾ ഈ ഒരു ഫൈറ്റിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വിട്ട് പോവാം. അതല്ല ഈ ഫൈറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞ് കൈഡോയുടെ അസിസ്റ്റൻസ് ആവണം. ഇനി അതല്ല ഫൈറ്റ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫേവർ ഞാൻ ചെയ്യും. നിങ്ങളുടെ കയ്യിലുള്ള ആ സീപ്രസൻ ഹാൻഡ് കഫ് അത് ഞങ്ങൾ റിലീസ് ചെയ്ത് തരും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ ഒരു ഹാൻഡ് കഫ് അതെടുത്ത് മാറ്റിയതിൽ അവൻ തുള്ളിച്ചാടുകയാണ്. ലൂഫി അങ്ങനെ ക്വീൻ്റെ മുൻപിലേക്ക് വന്ന് അവനെ വെല്ലുവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.